അപ്പോൾ നമ്മുടെ പാറൂസിൻ്റെ ഇൻട്രോ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ കൊണ്ട് വെച്ചപ്പോഴത്തേക്കും പാറൂട്ട് എൻ്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ദിവസമായി കാണും നമ്മുടെ ഗാർഡൻ എല്ലാം കണ്ടിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗാർഡൻ ഐഡിയിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതിന്, നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഗാർഡൻ ഉണ്ടെങ്കിൽ, നല്ലതുപോലെ ചെടികളെല്ലാം വളർന്ന് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇത് കേൾക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ചൈനീസ് ബാൽസി ഉണ്ടല്ലോ, ആ ഒരു സെക്ഷൻ മഴ പെയ്തെല്ലാം നല്ലതുപോലെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കാട് പിടിച്ച് അങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ഒരു 7-8 വെറൈറ്റി ചൈനീസ് ബാൽസി നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സെക്ഷൻ ഫുള്ളും ദേ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ നമ്മൾ അതെല്ലാം കുറേ അങ്ങ് വെട്ടി മാറ്റി കേട്ടോ. വെട്ടി ആ ഒരു കാടങ്ങ് നമ്മൾ വൃത്തിയാക്കുവാണ്. അപ്പോൾ ഇനി എന്തായാലും ആ കഥ പറയുക അല്ല, എന്തിനാ ഇങ്ങനെ നമ്മൾ വെട്ടി നശിപ്പിക്കുന്നതെന്ന്. നശിപ്പിക്കുകയല്ല, വെട്ടി വിടുക കേട്ടോ. ഇപ്പോൾ സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാറക്കുട്ടിക്ക് വീട്ടിനകത്തിരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പാറസിന് പുറത്തിറങ്ങണം, അമ്പിളിമാനെ കാണണം, മുറ്റത്തൂടെ നടക്കണം, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആൽവിക്കുട്ടൻ പെട്ടെന്ന് എൻ്റെ തൊട്ടടുത്താണ് കേട്ടോ, എൻ്റെ തൊട്ടടുത്ത് എന്തോ ഒരു ജീവി പോയി കുഞ്ഞാന്ന് പറഞ്ഞു. ഞാനും തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ വാല ഫസ്റ്റ് കണ്ട. ഞാൻ വിചാരിച്ചു അരണയാണോ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചു. പിന്നെയും ഒരിക്കലും നോക്കിയപ്പോൾ അയ്യോ ഇത് വേറെന്തോ ആണല്ലോ എന്ന് വിചാരിച്ച് ചാടി എഴുന്നേറ്റു. സംഭവം ഒരു പാമ്പിൻ്റെ കുഞ്ഞായിരുന്നു കേട്ടോ. ഈ ശംഖുവരൻ എന്ന് പറയില്ലേ, അതിൻ്റെ കുഞ്ഞായിരുന്നു. കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞല്ല, അത്യാവശ്യം ഒരു പാമ്പ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന്. കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെടികൾ നിറഞ്ഞിപ്പുണ്ടെങ്കിൽ, അതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, ടർട്ടിൽ വൈൻ പോലെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ബുഷിയായിട്ട് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിലൊക്കെ ഈ ഇഴജന്തുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിൽ ഒരുപാട് ചെടികൾ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക. ആരും ഡയറക്റ്റായിട്ടൊന്നും കൈകൾ കൊണ്ട് അതിൻ്റെ ഇടയിലൊന്നും പിടിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് ഏകദേശം ഒരു ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും വൃത്തിയാക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഗാർഡൻ ഒന്ന് അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ തന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടിയെല്ലാം വളർന്ന് കാട് പിടിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ചൈനീസ് മത്സ്യത്തിൽ നിന്ന് കിട്ടിയ പൂവെല്ലാം കൊണ്ട് പിള്ളേർ അത്തപ്പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലൊരു പാമ്പ് കുഞ്ഞ് വന്നത് കാരണം ഇതേ ചൈനീസ് ബാൽസ്യം എല്ലാം റെഡിയായ കേട്ടോ. അത് കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ സേഫ്റ്റി ആണല്ലോ വലുതല്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ വെള്ളം ഇവിടെ ഫുള്ള് സ്പ്രേ ചെയ്തു. അല്ലെങ്കിൽ ഈ മണ്ണെണ്ണ ഉണ്ടല്ലോ, അത് സ്പ്രേ ചെയ്താലും മതി എന്ന് പറയും. ഇത് അപ്പോൾ ഈ ഇഴജന്തുക്കളൊന്നും ഈ സ്മെല്ല് കാരണം അടുക്കില്ലെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല എത്രത്തോളം സത്യം ഉണ്ടെന്ന്. എന്നിരുന്നാലും നമ്മളങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടി പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ചിലപ്പോൾ പലരും അറിയാതിരിക്കും, എന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ചെടികളെല്ലാം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പാറക്കുട്ടിയാണെങ്കിൽ ഒരു നേരം വീടിനകത്ത് അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും ഈ ചെടിയുടെ ഇടയിലും അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഇതെല്ലാം വെട്ടി ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് വിട്ടപ്പോഴത്തേക്കും അവിടെ എല്ലാം വൃത്തിയായിട്ടുണ്ട്. അതെല്ലാം തീയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.